നിരവധി സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു നാരായണൻ നഗലശ്ശേരി. ഒരു കാലത്ത് ഒരുപാട് സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, തൂവൽ കൊട്ടാരം, കർമ്മ, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, ഗോളാന്തര വാർത്തകൾ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം പ്രൊഡക്ഷനിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മോഹൻലാൽ അഭിനയിച്ച പ്രിൻസ് എന്ന ചിത്രത്തെക്കുറിച്ച് മറ്റ് അനുഭവങ്ങളും നാരായണൻ നഗലശ്ശേരി മാസ്റ്റർ ബിൻ ചാനലിലൂടെ സംസാരിക്കുകയാണ്. മോഹൻലാൽ നായകനായ പ്രിൻസ് ഒരു വിജയ ചിത്രമായിരുന്നില്ല. എന്നാൽ അന്ന് ഏറ്റവും അധികം ബജറ്റിൽ ചിത്രീകരിച്ച ചിത്രം കൂടിയായിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് മോഹൻലാലിന് ശ്വാസതടസ്സ സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിനാൽ ശബ്ദത്തിന് ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിരുന്നു. ആ പ്രശ്നം ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പ്രകടമായി മനസ്സിലായി. സിനിമ റിലീസ് ചെയ്തപ്പോൾ അത് മോഹൻലാലിൻ്റെ ശബ്ദമല്ലെന്ന് ആളുകൾ പറഞ്ഞു. ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല പ്രിൻസ് പരാജയപ്പെട്ടു പോയത്. ഇത് സംവിധാനം ചെയ്തത് തമിഴ്, തെലുങ്ക് സിനിമകളുടെ സംവിധായകനും നടി ശാന്തി കൃഷ്ണയുടെ സഹോദരനുമായ സുരേഷ് കൃഷ്ണയാണ്. അദ്ദേഹം ഇതൊരു തമിഴ് സിനിമയുടെ സ്റ്റൈലിൽ എടുത്തതാണ് പ്രധാന പരാജയ കാരണമെന്ന് പറയാം. കാരണം മലയാളി ഓഡിയൻസിന് ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത രംഗങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് സംശയമാണ്. വലിയ ലാഭം ഇല്ലെങ്കിലും ചിത്രത്തിൻ്റെ മൊത്തം തുകയും തിരിച്ചു കിട്ടിയെന്നാണ് നിർമ്മാതാവ് കൊച്ചുമോൻ സാർ പറഞ്ഞത്. പല സ്ഥലത്തായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഭൂരിഭാഗവും ചെന്നൈയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഷൊർണൂരിലും മൗറീഷ്യസിലും വെച്ചായിരുന്നു ചിത്രത്തിലെ ചില പാട്ടുകൾ ചിത്രീകരിച്ചത്. അതെല്ലാം സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്നായിരുന്നു കരുതിയിരുന്നത്. എങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടിയില്ല എന്നും നാരായണൻ നഗലശ്ശേരി പറയുന്നു. സിനിമയിൽ വലിയ താരങ്ങളെക്കാൾ കൂടുതൽ ചെറിയ താരങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അവർക്ക് ഒരേ സമയത്ത് തന്നെ നിരവധി സിനിമകൾ ചെയ്യാൻ ഉണ്ടാവും. അതിനാൽ ഇത്തരം താരങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണെന്നാണ് നാരായണൻ പറയുന്നത്. നിരവധി താരങ്ങൾ ഇത്തരത്തിൽ ഡിലേ ചെയ്യാറുണ്ട്. മുൻനിര താരങ്ങളിൽ പലപ്പോഴും ബുദ്ധിമുട്ടിയത് ജഗതി ശ്രീകുമാറിൻ്റെ കാര്യത്തിലാണ്. കാരണം അദ്ദേഹത്തിന് ഒരേ സമയം 9 സിനിമകൾ ചെയ്യാൻ ഉണ്ടാവും. ഇങ്ങനെ സാഹചര്യങ്ങൾ വന്നാൽ പോലും അതൊരു വലിയ പ്രശ്നമല്ലെന്ന് പറയുന്നത് സത്യൻ അന്തിക്കാട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ചില ആർട്ടിസ്റ്റുകൾ സമയത്ത് എത്തിയില്ലെങ്കിൽ കാത്തിരിക്കാം എന്ന് മാത്രമാണ് സത്യേട്ടൻ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരു ആർട്ടിസ്റ്റും മനഃപൂർവ്വം ഒഴിവാക്കില്ല. സത്യൻ അന്തിക്കാട് സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനാൽ ഷൂട്ടിംഗ് നിന്നു പോകുന്ന തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. 19 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കുകയും ചിത്രീകരണം തുടങ്ങി 44-ാം ദിവസം റിലീസ് ചെയ്യുകയും ചെയ്ത ചിത്രമാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. 1986-ൽ സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ പിറന്ന വിസ്മയ ചിത്രം തന്നെയായിരുന്നു അത്. സത്യൻ അന്തിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ആ കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത സിനിമകളെല്ലാം വൻ ഹിറ്റായിരുന്നു.